വീട്ടിൽ വൈദ്യുതി ലഭിക്കാനായി കഴിഞ്ഞ 10 വർഷമായി കാത്തിരിക്കുകയാണ് 80-കാരിയായ മലപ്പുറം വെന്നിയൂർ വാളകുളം സ്വദേശി പാത്തുമ്മ. 2015-ൽ പണി കഴിപ്പിച്ച വീട്ടിൽ ഇതുവരെ വൈദ്യുതി ലഭിച്ചിട്ടില്ല. പാത്തുമ്മയുടെ മകനോടുള്ള വൈരാഗ്യം മൂലം ഉദ്യോഗസ്ഥർ മനഃപൂർവ്വം വൈദ്യുതി നൽകാത്തതാണെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. 2015 സെപ്റ്റംബറിലാണ് പാത്തുമ്മ വൈദ്യുതി കണക്ഷന് വേണ്ടി KECBയുടെ വെന്നിയൂർ സെഷൻ ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കുന്നത്. 10 കൊല്ലം വരെ നടക്കിയതന്നെയാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല. 5-6 കുട്ടികളുണ്ട്, അതുകൊണ്ട് പിന്നെ ഇതുവരെയായിട്ട് ഒരു കറണ്ട് തന്നിട്ടില്ല. കുറേ സ്ഥലത്തൊക്കെ നടന്നിക്കണം കറണ്ടിന്, അതുവരും കറണ്ട് തന്നിട്ടില്ല. ഓര് പറയേണ്ടത് അതന്നെ കറണ്ട് തരാതിരിക്കാനുള്ള വകുപ്പില്ല, കറണ്ട് നിങ്ങൾക്ക് തരാൻ വന്നതന്നെ പറയും ചെയ്യും. കറണ്ട് എൻ്റെ ഓഫീസിൽ നിന്ന് തന്നെങ്കിലല്ലേ. പാത്തുമ്മയുടെ മകൻ സലാമിനെതിരെ വൈദ്യുതി മോഷ്ടിച്ചതിന് കേസുള്ളതിനാൽ കണക്ഷൻ നൽകാനാകില്ലെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചതായി കുടുംബം പറയുന്നു. എന്നാൽ വൈദ്യുതി മോഷണം നടത്തിയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർക്കെതിരെ വിജിലൻസിൽ പരാതി നൽകിയതിന് പ്രതികാരമായി മകനെ കേസിൽ കൊടുക്കുകയായിരുന്നുവെന്നാണ് കുടുംബം പറയുന്നത്. ഈ കേസിൽ സലാമിന് അനുകൂലമായി കോടതി വിധി വരികയും വൈദ്യുതി നൽകാൻ കോടതി ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഉത്തരവ് ഇതുവരെയും നടപ്പിലാക്കിയിട്ടില്ലെന്ന് കുടുംബം പറയുന്നു. 23-ല് ഈ കേസ് എനിക്ക് മഞ്ചേരി കോടതിയിലെ കേസ് സെഷൻ കോടതിയിൽ എനിക്ക് അനുകൂല വിധിയായപ്പോൾ ഞാൻ അതിന്റെ പേപ്പറുകളൊക്കെ വക്കീലിന് കൊടുത്തിന്. പക്ഷെ ഈ സ്റ്റേ ആയതുകൊണ്ട് ഇത് ഒന്നും ആകണില്ല, അവിടെ അങ്ങനെ കിടക്കുകയാണ്. ഇപ്പോൾ കണക്ഷനും തരുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇടങ്ങാറായിക്കൊണ്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കണക്ഷൻ തരാതെ നമ്മൾ സ്വീപ്പാക്കുക. ഈ കുട്ടികളൊക്കെ അത്രത്തോളം 6 കുട്ടികളാണ്, അതിലിപ്പോൾ 2 ഞാൻ ഇപ്പോൾ ഹോസ്റ്റലിൽ കൊണ്ടുപോയിക്കണേ. വീടിന് സമീപത്ത് കൂടി താഴ്ന്നു കടന്നു പോകുന്ന വൈദ്യുതി ലൈൻ മാറ്റി സ്ഥാപിക്കാനോ ഉയർത്തിവെക്കാനോ KECB അധികൃതർ തയ്യാറാകുന്നില്ലെന്നും വീട്ടുകാർ ആരോപിക്കുന്നു. അതേസമയം സലാമിനെതിരെ കേസ് നിലനിൽക്കുന്നുണ്ടെന്നാണ് KECB അധികൃതർ പറയുന്നത്. മീഡിയ 1 മലപ്പുറം.